എല്ലാവർക്കും കേരള കിച്ചൻ മോം റെസിപ്പിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പനീർ ബട്ടർ മസാല എളുപ്പം എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് എല്ലാവരുടെ വീട്ടിലൊന്നും ക്രീം കാണത്തില്ല. അപ്പോൾ ക്രീമിന് പകരം നമുക്ക് ക്രീം ഇല്ലാതെ എങ്ങനെ ഈ പനീർ ബട്ടർ മസാല തയ്യാറാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പം മെയിൻ ഇൻഗ്രീഡിയൻസായ പനീർ, ഇത് ഞാൻ ഫ്രോസൺ പനീറാണ്, അമുലിൻ്റെ ഫ്രോസൺ പനീറാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അത് ഒരു 200 ഗ്രാം പനീറിൻ്റെ കവറാണിത്. നിങ്ങൾക്ക് പനീർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ക്രീമിന് പകരം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബദാമാണ്. നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് വേണം ഉപയോഗിക്കുക. അത് ഒരു പിടി അണ്ടിപ്പരിപ്പ്, അത് നമുക്ക് ഇതുപോലെ കുതിർത്തെടുത്ത് വെക്കണം. ഇനി മസാലകൾ തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ആവശ്യം കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ പീസ് ഇഞ്ചി മതി, ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി. ഇവിടുത്തെ വലിയ വെളുത്തുള്ളി അപ്പോൾ ഞാൻ നടുക്കൂടെ കീറി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ്, അതുകൊണ്ടാണ് കുറേ എണ്ണമായിട്ട് കാണുന്നത്. ഏകദേശം ഒരു 2-3 എണ്ണയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു പച്ചമുളക്, ചെറിയ പീസ് കറുകാപ്പട്ട, പിന്നെ ബട്ടർ ആണ് നമുക്ക് എണ്ണയ്ക്ക് പകരത്തേക്ക് ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു 15 ഗ്രാം ബട്ടർ കാണത്തുള്ളൂ. നമ്മൾ ഒരു പാക്കറ്റ് ബട്ടർ എടുത്തിട്ട് നമുക്കൊരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്യത്തില്ലേ, അതിൻ്റെ ഒരു ചെറിയ 2 പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി പൊടികൾ എന്ന് പറയുന്നത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല വേണം, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലിപ്പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തത്. നിങ്ങൾക്ക് സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മതി. പിന്നെ വേണ്ടത് കസ്തൂരി മേത്തി അറിയാമല്ലോ, നമ്മുടെ ഉലുവ ഇല ഉണക്കിയെടുത്താണ് കസ്തൂരി മേത്തി എന്ന് പറയുന്നത്. പിന്നെ വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇച്ചിരി വലിയ പീസായിട്ട് തന്നെ അരിഞ്ഞെടുത്തോളൂ, ചെറുതാവേണ്ട ആവശ്യമില്ല. നമ്മളിത് പിന്നെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബട്ടർ ഉണ്ടല്ലോ, അതിലൊരു പീസ് ബട്ടർ നമുക്കിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയ്ക്ക് പകരം ബട്ടർ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ ബട്ടർ നന്നായിട്ട് ഉരുകി വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ബട്ടർ ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറുകപ്പട്ടയും അത്രയും നമ്മൾ എടുത്തു വെച്ചിരുന്നല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചമണം മാറി ഒരു ചെറിയ ഒന്ന് വാടി വരത്തില്ലേ, ആ ഒരു പരുവാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണമൊക്കെ ജസ്റ്റ് ഒന്ന് ശരിക്കും അങ്ങ് ബ്രൗൺ നിറം ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി വരിക. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വലിയ പീസായിട്ട് തന്നെ നിങ്ങൾ അരിഞ്ഞ് എടുത്തോളൂ. കാരണം നമ്മൾ ഈ തക്കാളിയും ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ. അങ്ങ് ശരിക്കും അങ്ങ് നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ അങ്ങ് അലിഞ്ഞ് പോകേണ്ടത് തക്കാളി. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്ക് തക്കാളി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും നല്ല സോഫ്റ്റായിട്ട് മാറിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതാണ് ഒരു പരുവം. അങ്ങ് ശരിക്കും അങ്ങ് അലിഞ്ഞു പോകണ്ട കേട്ടോ. ഇതാണ് നമ്മുടെ തക്കാളിയുടെയും പരുവം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊന്ന് മാറണം. ചൂട് മാറിയതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് അടിക്കില്ല, തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സെയിം സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബദാം ഉണ്ടല്ലോ, ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ അണ്ടിപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്, അതായാലും ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ ഇത് നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല. ഈ പാത്രത്തിലോട്ട് തന്നെ നമ്മൾ ഈ തക്കാളിയും നമ്മളിപ്പോൾ വഴറ്റി വെച്ച സാധനമുണ്ടല്ലോ, അതുകൂടെ നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ നല്ല പേസ്റ്റ് പോലെ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാൻ അതിനായിട്ട് ആ സെയിം പാത്രം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ കഴുകിയിട്ടൊന്നുമില്ല. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടി ഉണ്ടല്ലോ, അത് നമുക്കിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടി ആദ്യം തന്നെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മൾ ഇപ്പോൾ എണ്ണയായാലും ബട്ടർ ആയാലും അതിനകത്തോട്ട് ഈ മുളക് പൊടി ഇട്ട് മൂപ്പിക്കുമ്പം നല്ലൊരു കളറായിരിക്കും നമ്മുടെ ഈ കറിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കളറൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇത് കാശ്മീരി ചില്ലിപ്പൊടി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് നമ്മുടെ കറിക്ക് കിട്ടും. അപ്പോൾ പ്രത്യേകം ഓർക്ക് നിങ്ങളുടെ തീ സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്.
നിങ്ങളപ്പോൾ നിർത്താണ്ട് തന്നെ ഇത് ഇളക്കുക. ഇളക്കിയിട്ട് ഇനി ഈ സമയത്ത് വേണം നമ്മൾ അരച്ചു വെച്ചിരുന്ന തക്കാളിയുടെ മിശ്രിതം ഉണ്ടല്ലോ, ആ മിക്സ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ, ഈ പൊടി കരിഞ്ഞു പോകാതെ. ഇനി നമുക്ക് കണ്ടില്ലേ, ഞാനിപ്പോൾ നല്ല ഒട്ടും തന്നെ വെള്ളമില്ലാണ്ടാണ് ഞാനിത് അരച്ചെടുത്തിരുന്നത്. നമുക്കിനി കുറച്ച് വെള്ളം ഇതിനകത്തേക്ക്, അതായത് ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തിട്ട് നമുക്കിതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ബദാമിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, ബദാമോ അതല്ലെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെയോ പേസ്റ്റ് ഈ സമയത്ത് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അതും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ഈ പേസ്റ്റ് നല്ല എന്താ പറയുക, നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ നിങ്ങളത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് നമുക്കിത് ലൂസാക്കി എടുക്കാം. കാരണം ഒന്നുകൂടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഒന്നുകൂടി ഇന്ന് കുറുകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടുകൂടി തന്നെ നമുക്ക് ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അതിനകത്തിരിക്കുന്ന മസാലകളെല്ലാം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കലക്കി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കറിയുടെ ആ പരുവെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് വേണം നമ്മൾ ബാക്കി ഉള്ള പൊടികളോട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അതായത് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മല്ലിപ്പൊടിയും അതുപോലെ തന്നെ മസാലയുടെ പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ, 1/4 തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമ്മുടെ മസാലപ്പൊടി ഉണ്ടല്ലോ, ഗരം മസാല, അതുകൊണ്ട് നമുക്ക് ഈ സമയത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ചാറ് നന്നായിട്ട് ഒന്നുകൂടെ കുറുകി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, കണ്ടില്ലേ. അങ്ങനെ നന്നായിട്ട് കുറുകി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇനി ഇതിന് ശേഷമാണല്ലോ നമ്മൾ ഇതിനകത്തേക്ക് പനീറിട്ട് ഒന്നുകൂടെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടി നിങ്ങളുടെ ചാറ് നന്നായിട്ട് കുറുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളമോടെ നമുക്കിതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചാറൊന്ന് നമുക്കൊന്ന് നീട്ടിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചാറ് നീട്ടിയെടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ പനീറിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടില്ല. അപ്പം ഈ സമയത്ത് വേണം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടി. അതായത് നമ്മൾ ഈ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം, അതിന് ശേഷം വെള്ളം ആവശ്യത്തിന് ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാവൂ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണ്, 1 ടീസ്പൂൺ ഇല്ല, ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപ്പ് എപ്പോഴും നിങ്ങളുടെ പരുവത്തിനനുസരിച്ച് ചേർക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ബാക്കിയോടെ ചേർത്ത് കൊടുക്കാവുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ഉപ്പിൻ്റെ അളവ് ഞാൻ അങ്ങനെ പറയാറുള്ളൂ. കാരണം ഓരോരുത്തർക്കും ഓരോ പരുവായിരിക്കുമല്ലോ ഉപ്പിൻ്റെ. അതുകൊണ്ട് തന്നെ ഉപ്പ് നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ഉപ്പ് എല്ലാ ഭാഗത്തേക്കും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പനീർ നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എൻ്റെ പനീർ കുറച്ച് പൊടിഞ്ഞു പോയായിരുന്നു, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ മസാല പനീറിന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 2 തൊട്ട് 3 മിനിറ്റ് നേരമെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് നമ്മുടെ ചാറ് നന്നായിട്ട് ഒന്നുകൂടെ കുറുകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത്, അതായത് പനീർ ഇടുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ചുകൂടെ വെള്ളം ഒന്ന് ചേർത്ത് നമ്മുടെ ഈ ചാറൊന്ന് നന്നായി ലൂസാക്കി എടുത്തതിന് ശേഷം മാത്രമേ പനീർ ചേർക്കാവൂ. അതിനുശേഷം നമ്മൾ പനീർ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഒരു 2 തൊട്ട് 3 മിനിറ്റ് നേരം വരെയെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് നമ്മുടെ പനീർ തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കറിയുടെ പരുവെന്ന് പറയുന്നത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതിന് ശേഷം നമുക്ക് ഒരു സ്റ്റെപ്പ് കൊണ്ടുണ്ട്. നമ്മൾ ഓൾറെഡി മേത്തി ലീഫ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ കസ്തൂരി മേത്തി. അപ്പോൾ അത് നമുക്കൊന്ന് ചൂടാക്കി നന്നായിട്ട് പൊടിച്ച് ചേർക്കണം. കണ്ടോ, നമുക്കൊരു പാത്രത്തിലോട്ട് ഒട്ടും തന്നെ എണ്ണയൊന്നും ചേർക്കാണ്ട് തന്നെ ആ പാത്രം ഒന്ന് ചൂടാക്കി നമുക്ക് ഈ മേത്തി ലീവ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ ചൂടാക്കിയെടുക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പുമ്പോൾ തന്നെ നല്ല പൊടിയായിട്ട് കിട്ടും. ഇതേപോലെ തന്നെ നമ്മുടെ കയ്യിലോട്ടിട്ട് 2 കൈ വെച്ചും ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞെരടി കൊടുത്താൽ മതി. കണ്ടോ, നല്ല സോഫ്റ്റ് പൗഡറായിട്ട് തന്നെ നമ്മുടെ ഈ കസ്തൂരി മേത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടപ്പ് വെച്ചങ്ങ് അടച്ച് തന്നെ വെക്കുക. എന്നാലേ അതിൻ്റെ ആ ഫ്ലേവർ നമ്മുടെ കറിയിലേക്ക് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ എപ്പോഴും സെർവ് ചെയ്യുന്ന ആ സമയത്ത് മാത്രം നമ്മുടെ മൂടി തുറന്ന് നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇത് പറന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് മേത്തി ലീവ്സ് തന്നെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചും കുറച്ച് ചേർക്കണം. അതിനുശേഷം പൊടിക്കാതെയും കുറച്ച് ഇല ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നാലും നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പം തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ പനീർ ബട്ടർ മസാല. ഇത് നമുക്ക് ശരിക്കും ചപ്പാത്തിയുടെ കൂടെയും
ഈ നാൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. പ്രത്യേകിച്ച് നമ്മുടെ വെജിറ്റേറിയൻകാർക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഈ പനീർ ബട്ടർ മസാല. അപ്പോൾ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കൂ. ഇതേപോലെ നിങ്ങൾക്ക് ബദാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് വെച്ചാണെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പനീർ ബട്ടർ മസാലയുടെ വേറൊരു വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കുക. ഏകദേശം ഇതേ തന്നെ സ്റ്റെപ്പാണ്. അതിന് പകരം ക്രീമിന് പകരം ഞാൻ അണ്ടിപ്പരിപ്പ് ചേർത്തു, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കുഞ്ഞ് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളും വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.